ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ബോണ്ടിങ് ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ആരുടേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷി, അർജുൻ, അൻസിബ എന്ന് പറയേണ്ടി വരും. ഏറ്റവും നല്ല കോംബോ ആയിരുന്നു ഇവരുടെ 3 പേരുടെയും. നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴും ഋഷിയും അൻസിബയും അങ്ങനെ തന്നെയാണ്. എന്നാൽ അർജുൻ പവർ റൂമിലേക്ക് മാറിയതിന് ശേഷവും അവർക്ക് അങ്ങനെ നിൽക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നത്തോടു കൂടി അത് വീണ്ടും കലഹത്തിലേക്ക് എത്തിത്തുടങ്ങി എന്നതിൻ്റെ ഫസ്റ്റ് തെളിവായിരുന്നു. ഇവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഗെയിം ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് പറഞ്ഞത് അർജുനാണ്. പക്ഷേ അപ്പോഴും ഋഷിക്ക് അർജുൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ 2 പേര് അതിൻ്റെ ഇടയിൽ കയറി ഗെയിം കളിച്ചു. ഒന്ന് ജിൻഡോയും രണ്ടാമത് ജാൻമണിയും. അവിടെ അർജുനെതിരെ ഋഷിയെ തിരിക്കാനായിട്ട് 2 പേർക്കും സാധിച്ചിരിക്കുകയാണ്. ഋഷിയുടെ മനസ്സിലേക്ക് അർജുനെതിരെ ഒരു നെഗറ്റീവ് ഇട്ടുകൊടുക്കാനായിട്ട് സാധിച്ചു. ഋഷിയുടെ മനസ്സിലേക്ക് അത് കയറുകയും ചെയ്തു. മറ്റുള്ളവർക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഋഷി. കുറേ കാര്യങ്ങൾ കുത്തിയിരുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചെങ്കിലും മനസ്സിലേക്ക് കയറ്റുന്ന ഒരു വ്യക്തിയാണ് ഋഷി. ഇവർ 2 പേരും മാറി മാറി അർജുനെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലേക്ക് കൊടുത്ത സമയത്ത് അതിൻ്റെ ഒരു അംശം ഇപ്പോൾ ഋഷിയുടെ മനസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അതിനുശേഷം ഋഷിയും ശരണിയും തമ്മിൽ ഉഗ്രം വഴക്ക് കഴിയുന്നുണ്ട്. അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ഋഷിയെ അർജുൻ. പക്ഷേ അവിടെ വന്നതിന് ശേഷം അർജുൻ്റെ മുഖത്ത് നോക്കി ഋഷിക്ക് വഴക്കിടാൻ വയ്യ. എന്നിരുന്നാൽ പോലും പറയാതെ പല കാര്യങ്ങളും ഋഷി അവിടെ ഇരുന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിച്ചത്. നീ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്തിന് നീ എൻ്റെ അടുത്തത് വന്ന് പറഞ്ഞു? ഇനി ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വകവയ്ക്കില്ല. ഇനി ഫ്രണ്ട്സിനെ നോക്കി ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഋഷി പറയുന്നുണ്ടായിരുന്നു. അത് അർജുൻ്റെ മുഖത്ത് നോക്കി നീയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് വഴക്കിടാൻ വയ്യാത്തത് കൊണ്ട് അത് വളഞ്ഞു മൂക്ക് പിടിച്ച് ഋഷി അവിടെ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു. അർജുൻ്റെ അടുത്തുള്ള ദേഷ്യം അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. എന്തിനിങ്ങനെ എൻ്റെ അടുത്ത് ചെയ്തു? ഞാൻ തോൽക്കാൻ കാരണം നീയല്ലേ എന്നുള്ള മട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഋഷി പറഞ്ഞിരുന്നു. എന്തായാലും ഋഷിക്കും അർജുനും ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നതായിട്ട് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അർജുൻ്റെ മനസ്സിലേക്ക് അത് നല്ല വിഷമായിട്ടുണ്ട് ഋഷി അങ്ങനെ പറഞ്ഞതും ചെയ്തതും. അതിനുശേഷം അർജുൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന 3 പേരുടെ ഇടയിൽ നിന്നും ഇപ്പോൾ അർജുന് ചെറിയൊരു അകൽച്ച വരുത്തിയിട്ടുണ്ട്. എന്തായാലും അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോയും ഒന്ന് നമ്മുടെ ജാൻമണിയുമായിരുന്നു. ഈ ജിൻഡോയ്ക്കാണെങ്കിലും ജാൻമണിക്കാണെങ്കിലും അർജുൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കിട്ടിയ സമയത്തിന് അവർ നന്നായിട്ട് അങ്ങ് കയറി പണിതിട്ടുണ്ട്. എന്തായാലും അർജുനെതിരെ ഇപ്പോൾ വീട്ടിൽ 2 ശത്രുക്കളാണ് മെയിനായിട്ടുള്ളത്, ജാൻമണിയും ജിൻഡോയും. അവർ ആ സമയത്ത് മാക്സിമം എല്ലാവരുടെ അടുത്തും കഴിയാവുന്നവരടുത്തൊക്കെ അർജുനെതിരെ ഇട്ട് പണിതിട്ടുണ്ട്. എന്തായാലും അർജുൻ ഇതെല്ലാം അതിജീവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അർജുൻ എന്തായാലും ഈ വീക്ക് പവർ റൂമിലേക്ക് കയറിയതിന് ശേഷം അർജുൻ ഭയങ്കര വീക്കായിരിക്കുകയാണ്. മുന്നത്തേക്കാൾ കഷ്ടത്തിലാണ് ഇപ്പോൾ അർജുൻ എന്ന് പറയുന്നത്. അർജുനെ മര്യാദയ്ക്ക് നേർവഴിക്ക് ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരുപാട് പേര് അർജുനെ വാഴ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അർജുനെ ആ പേരിൽ നിന്ന് മാറി ഇനി ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഋഷിയും അർജുനും തമ്മിലുള്ള ആ ബെസ്റ്റ് കോംബോ ഇനി തിരിച്ചെത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.